ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ക്രിസ്മസിങ് എത്തിയില്ലേ, അപ്പോൾ ഒരു സ്റ്റാർ വേണ്ടേ? അപ്പോൾ ഈസി ആയിട്ട് വെറും 8 രൂപ കൊണ്ട് നമുക്ക് ഒരു അടിപൊളി സ്റ്റാർ എടുക്കാം. ഒരൊറ്റ ചാർട്ട് പേപ്പർ മതി നമുക്ക് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് എന്ത് കളർ ചാർട്ട് പേപ്പർ വേണോ അത് മേടിക്കുക. എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 25x25 സെൻറ്റിമീറ്ററിലുള്ള ഒരു സ്ക്വയർ കഷ്ണങ്ങളാട്ടോ. ഇങ്ങനത്തെ 5 സ്ക്വയർ പീസസ് വേണം. അത് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് അത് പിന്നെയും ഈ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റാർ ഇതുപോലെ തന്നെ എല്ലാത്തിലും ചെയ്യണം. ഞാൻ ഒരെണ്ണാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇതുപോലെ മടക്കാം. ഈ ഒരെണ്ണം മടക്കുമ്പോൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് മറ്റതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് മടക്കണം കേട്ടോ. ഒരറ്റത്ത് തന്നെ ഒട്ടിക്കരുത്, രണ്ടും ഒരു സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് വേണം മറ്റേത് മേളിൽ നിന്ന് ഒട്ടിക്കാൻ. ഇനി നമ്മൾ 4.5 സെൻറ്റിമീറ്റർ ഇതുപോലെ മുകളിലേക്ക് എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒരു ട്രയാങ്കിൾ മാതിരി വരച്ചു കൊടുക്കുക. ഇത് നമുക്ക് വെട്ടിക്കളയാനാട്ടോ എടുക്കുന്നത്, അത് നമുക്ക് വേണ്ട. അപ്പം നമ്മൾ ഈ ട്രയാങ്കിൾ വരുന്ന ഭാഗം അങ്ങ് വെട്ടിക്കളയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. സ്റ്റാർ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട സ്റ്റാർ നിങ്ങൾക്ക് തന്നെ മേടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലെ സ്റ്റാർ നിങ്ങൾക്ക് ആവാൻ പറ്റും. എന്നിട്ട് ഇത് 1 സെൻറ്റിമീറ്റർ ഇതുപോലെ മുകളിലേക്ക് എടുത്തിട്ട് ഒരു ചെറിയ ട്രയാങ്കിൾ പോലെ വരച്ചെടുക്കുക. എന്നിട്ട് അതും വെട്ടുക. കാരണം ഇത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ വെട്ടിയെടുക്കുന്നത്. ഇനി അത് വെട്ടിയെടുക്കുമ്പോൾ അത് ഇതുപോലെ വരും. ആ നടുക്കതില്ല, ഇച്ചിരി ഒന്ന് സൈഡിലേക്കാക്കി വെട്ടുക. ഇനി നമുക്കിത് മടക്കാൻ വേണ്ടിയിട്ട് 2 കോർണറും ഇതുപോലെ വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്കെയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടാണെങ്കിലും മതി, ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ മടക്കി ഭാഗമില്ലേ, ഫ്രണ്ടിൽ മാത്രം മടക്കി ഇത് അങ്ങ് വെട്ടിക്കളയാം. ഇനി വെട്ടിയിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുറകിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ചിലവുമില്ല, അധികം സമയം എടുക്കത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ചെറുതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമൊക്കെ ഡെക്കറേറ്റ് അടിപൊളിയാണ്. ഇത് പാടാണെന്ന് തോന്നുന്നവർക്ക് നമ്മുടെ ചാനലിൽ വേറെ 3 വെറൈറ്റി വേറെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ 3 സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ടോ, അത് കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇതുപോലത്തെ എല്ലാം വെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പശ വെച്ചിട്ട് ആ പുറകിലെ ഭാഗമില്ലേ അത് നമ്മൾ പശ വെച്ചിട്ട് മറ്റൊരെണ്ണത്തിൻ്റെ ഈ ഫ്രണ്ട് വെട്ടി കളഞ്ഞില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓരോന്നിൻ്റെയും വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ ഈ മടക്കി പുറകിലെ ഭാഗം എടുത്തിട്ട് വേറെ ഒരെണ്ണത്തിൻ്റെ ഫ്രണ്ടിൽ ആ വെട്ടിക്കളഞ്ഞ ഫ്രണ്ടിലേക്ക് മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി, വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാർ പാടാണെന്നുണ്ടെങ്കിൽ 3D സ്റ്റാർസ് ഉണ്ട്. നമുക്ക് കുറേ ഡിഫറെൻറ്റ് 4 ടൈപ്പ് സ്റ്റാർ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുക. ഇതുപോലത്തെ 5 എണ്ണം നമ്മൾ ഇതുപോലെ ഒട്ടിക്കാൻ നേരത്ത് ഒന്ന് ശരിക്കും ഒന്ന് പശയൊക്കെ വെച്ച് ഒട്ടിക്കുക കേട്ടോ. ഇതുപോലത്തെ 5 എണ്ണം റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഈ ഡിസൈൻസ് വേണം. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന സ്റ്റാർസിൽ ഒന്നിലും ഹോൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്സിലൊക്കെ ഒരു കട്ടിങ്സ് ഉണ്ടാവില്ലേ, എന്നാലല്ലേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്തിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രയാങ്കിൾ മാതിരി ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഓരോന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ഷേപ്പ് വേണോ. ഇനി ഇതിലേക്ക് ഞാൻ ഡോട്ട്സ് ആട്ടോ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാറിൻ്റെ പഞ്ചർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഈ പഞ്ചർ വെച്ച് ചെയ്യാം. ഇനി പഞ്ചർ ഇല്ലാത്തവർക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. ഈ പേപ്പറിൻ്റെ ഇതുപോലെ ഇങ്ങനൊരു പിന്ന് വെച്ച് കുത്തിയിട്ട് പിന്നെ ആണി തുളച്ച് കഴിഞ്ഞാൽ പഞ്ചും കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഈ സ്റ്റാറിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഞാൻ മൊത്തം തുളച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ച ഭാഗത്ത് ഇതുപോലെ ഒരു പിന്നെടുത്ത് കുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ആണിയില്ലേ അതെടുത്ത് ചെയ്യുക. ഇനി പഞ്ചർ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഈ പഞ്ചർ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ, എല്ലാവർക്കും പറ്റിയതല്ലേ നമുക്ക് ഉണ്ടാക്കാൻ, എല്ലാവർക്കും ചെയ്യണം. അതാണ് ചേച്ചിയുടെ ആഗ്രഹം, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഓരോന്നും എടുത്ത് വെച്ചെടുക്കുക. എല്ലാ സ്റ്റാർ ഇപ്പം നിങ്ങൾക്ക് ഹോള് വേണമെങ്കിൽ മറ്റേ സ്റ്റാർ എന്തെങ്കിലും ചെയ്യാം. ഇനി ഇതുപോലത്തെ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കിൽ നൂല് കെട്ടി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു അടിയിലൊരു ഹോള് തുളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി സ്റ്റിക്ക് കയറ്റുക. പക്ഷെ ഇത് ഉള്ളിലേക്കായിട്ട് വെക്കണം കേട്ടോ, കാണാൻ പറ്റാത്ത രീതിയിലേക്ക് വെക്കണം. ഇതുപോലെ മറ്റിടത്തും ചെയ്ത് കൊടുക്കുക. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ് ആയിട്ടിരിക്കും. ഇത് നമുക്ക് കെട്ടാനായിട്ട് ഒരു ത്രെഡ് ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് ലൈറ്റ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഓറഞ്ച് കളർ ലൈറ്റായിട്ട് ഇട്ടത്, എനിക്ക് വെള്ള കിട്ടിയില്ല. അപ്പോൾ ഇത് ഇരുട്ടത്ത് ഞാൻ ഇട്ടത് കാണിച്ചു തന്നേക്കാണ്. അടിപൊളി ലുക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.